സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് വിദ്യാഭ്യാസം മാറിയ വേളയിൽ ഒരു സാധാരണ കുടുംബം ഒരു ന്യൂ ജനറേഷൻ സ്കൂളിലേക്ക് പുതിയ അഡ്മിഷൻ എത്തുന്നതിന്റെ രസകരമായ കാഴ്ചയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. The new generation participants are Reggie Cherian, Shaji Varghese, Salim John, Siju Thomas, Andrea Siju, Anja Thomas, Jesse Binoy, and Dr. Binu Jacob. Live music by Shobit Raju. അതെന്താ അല്ല ഇത് കണ്ടിട്ട് റിസോർട്ട് പോലെ തോന്നുന്നുണ്ട്. എന്തോരം വലിയ സ്കൂളല്ലേ. അതാ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇത്രയും വലിയ സ്കൂളിൽ വരുമ്പോ ഈ വേഷത്തിൽ വരരുത്. ആ കുര്യാക്കോസ് ചേട്ടന്റെ കൈയും കാലും പിടിച്ചിട്ട് അവർ കോട്ട് ഒപ്പിച്ചത്. എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു നിങ്ങളോട് ആ കോട്ടിട്ടോണ്ട് വരാൻ, കേൾക്കത്തില്ല. അതിട്ടിട്ട് വേണം എന്റെ മഴക്കോട്ട് പോലെ ഇവിടെ വരെ തൂങ്ങി കിടക്കും. അതിട്ടോട് വേണം ഞാൻ നടക്കാതെ. അത് മതിയാവും. ഇത്രയും വലിയ സ്റ്റാറ്റസ് ഉള്ള സ്കൂളിൽ വരുമ്പോ അങ്ങനെയൊക്കെ വരണം. ഇങ്ങോട്ട് നോക്കി എന്റെ കാലയിലോട്ട്. അയ്യോ ഇതാരുടെയാണിത്? എന്റെ ദൈവമേ, ആ വള്ളിയിൽ ഒരു കല്ല് തെറിച്ച് പോയി കഴിഞ്ഞാൽ ഞാൻ എത്ര വീട്ടിൽ പോയി തേക്കണമെങ്കിൽ ആ കല്ല് തിരിച്ചതിനകത്ത് കയറ്റി വെക്കാൻ. പിന്നെ ഞാനതൊക്കെ സൂക്ഷിച്ചോളാം. നീ എന്നെ മുടിപ്പിച്ചിട്ട് അടക്കത്തൊല്ലിപ്പോളല്ലേ. അങ്ങനെ പറ മോളെ. പിന്നെ മോളെ, ഇവിടെ കൊച്ചിനോട് ഇവിടെ സ്കൂളിൽ ചോദിക്കും മോടെ പേരെന്താണ്. അപ്പൊ എന്തോ പറയും. ചിന്നു, നീ അങ്ങനെ കാണും പറഞ്ഞാൽ ഇറങ്ങി വരുമ്പോൾ നിന്റെ കിറിക്കിട്ട് ഞാൻ തരും കേട്ടോ. മോളെ ടീച്ചർ ചോദിക്കും വാട്ട് ഈസ് യുവർ നെയിം. അപ്പൊ മോള് പറയണം മൈ നെയിം ഈസ് ആൻ മറിയ ഫെർണാണ്ടസ്. അയ്യോ ഞാനോ? മോളെ സ്കൂളിൽ ചേർക്കാൻ വരുന്ന പേര് മാറ്റാമെന്ന് അച്ഛൻ സമ്മതിച്ചതാ കേട്ടോ. എന്നെ മാറ്റാൻ ഭാഗ്യമായി പോയി. നീ എന്നെ ഫെർണാണ്ടസ് എന്ന് വിളിച്ചോ, ഞാൻ വിളി കേട്ടോളാം. ഓക്കെ ആണല്ലോ, സന്തോഷമായല്ലോ. പ്രിൻസിപ്പൽ ഗുഡ് മോർണിംഗ് സർ. ഹലോ, പ്രിൻസിപ്പൾ ആണോ? ഹലോ സാറേ. ഹലോ സാറേ, നിങ്ങൾ ആര്? ഞാൻ പ്രിൻസിപ്പൾ അല്ല. പ്രിൻസിപ്പൾ വരും. അപ്പൊ നിങ്ങൾ ആരാ? പിന്നെ ഞാനേ ഡ്രൈവർ. ബസിന്റെ താക്കോല് പോയി അതാ തപ്പുന്നത്. ഡ്രൈവറായിരുന്നു. ഒരു ഡ്രൈവറുടെ ഡ്രസ് എന്തോ സെറ്റപ്പ്. അതും കൂടെ തരും. ബസിന്റെ താക്കോലാണ്. കണ്ണ് കാണാൻ വയ്യ ഡ്രൈവർക്ക്. നിങ്ങൾ അഡ്മിഷൻ ഉണ്ടതാണ്. ഈ മോളെ ഒന്ന് സ്കൂളിൽ ചേർക്കാൻ വേണ്ടി വന്നതാണ്. അല്ല, നിങ്ങളെ ഇവിടെ എത്ര വർഷമായി ഈ സ്കൂളിലായിട്ട്? ഞാൻ 20 വർഷം. 20 വർഷമായിട്ട് സ്കൂളിലുണ്ട്. കാണാൻ വയ്യ ഒന്നുമില്ല. അല്ല, ഈ പിള്ളേരെ കൊണ്ട് സ്കൂളിൽ പോകുമ്പോഴേ, ബസ്സൊക്കെ പോകുമ്പോഴേ അല്ല ആക്സിഡന്റ് അങ്ങനെ വല്ലതും ഉണ്ടാവുമോ? ആക്സിഡന്റ് അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇല്ല ഇല്ല, ഒരു പ്രാവശ്യം പോലും. ഒറ്റ പ്രാവശ്യം ആക്സിഡന്റ്. ഒറ്റ പ്രാവശ്യം. അതെന്താ പറ്റി? ഒറ്റ പ്രാവശ്യം വല്ല ഈ ടയർ പഞ്ചറാകും അങ്ങനെ വല്ല മതി ആണോ? അതൊക്കെ നിസ്സാര കേസല്ലേ. ഇത് വണ്ടി അങ്ങിടിച്ച് തവിട് പൊടിയായി. വണ്ടി ഇടിച്ച തവിട് പൊടി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ കൊണ്ടുപോകുന്നത്? എടോ, ഇത് വണ്ടി തരിപ്പടം ആയിട്ടുണ്ടെങ്കിലേ എതിരെ വന്ന പാർട്ടിക്ക് എന്തോ പറ്റി കാണും. കാര്യമായിട്ടൊന്നുമില്ല. എതിരെ വന്ന പാർട്ടി നിൽക്കുമായിരുന്നു. അതുകൊണ്ട് കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ല. ഒരല്പം തൊലി. അപ്പൊ താൻ എന്തിനാ പോയി കൊണ്ടത് ഇടിച്ചേറ്റിയത്? മഹാഗണി ഇല്ലേ, സൈഡിൽ നിൽക്കുന്ന മഹാഗണി വലിയ മരം, അതിന് അപ്പൊ ഈ മരത്തെ പോയി ഇടിച്ചിട്ട് അതുപോലെ കേസോ വഴക്കോ അങ്ങനെ ഉണ്ടോ? മഹാഗണിയായിട്ട് ഞാൻ എന്നാ കേസ് പറയാം. അത് മഹാഗണിയായിപ്പോ. ഞാനോ? കൊച്ചിന് വല്ല ആള് മാറിപ്പോയതായിരിക്കും. ഫോൺ വിളിച്ചോണ്ടാ വണ്ടി ഓടിച്ചോളെ. എന്റെ മോളുണ്ടല്ലോ, അവിടെ നോള
ചേട്ടാ ഫോൺ വിളിച്ചോണ്ട് വണ്ടി ഓടിക്കുന്നത് തെറ്റല്ലേ? എന്റെ മക്കളാണ്, ഞാൻ ആരെയും ഫോൺ ചെയ്തിട്ടില്ല. എന്റെ ഫോണെന്നോട് പറയുന്നില്ല. സംഭവം ശരിയായിരിക്കും. ഞാൻ പക്ഷെ ആരെ അങ്ങോട്ട് വിളിച്ചിട്ടില്ല. അത് എനിക്ക് ഇങ്ങോട്ട് വന്ന ഫോൺ. ഇങ്ങോട്ട് വന്ന ഫോണല്ലേ എടുക്കണമല്ലോ. എനിക്ക് അത് അങ്ങോട്ട് വിളിക്കാൻ ബാലൻസ് പോലും ഇല്ലാത്ത മനുഷ്യനാണ് ഞാൻ. മിഷൻസ് ഉണ്ടോ? ഉണ്ടല്ലോ ഉണ്ടല്ലോ. വന്നിരിക്കും. തിരിച്ചു വിളിക്കാം. ഓക്കെ ഓക്കെ. നമസ്കാരം. ഗുഡ് മോർണിംഗ് സർ. ഓക്കെ ഓക്കെ ഓക്കെ. No. I mean English medium school. Sit down. സാറേ ഞങ്ങളെ ഡ്രൈവറെ പുറത്ത് നിർത്തും. ഡ്രൈവർ പോയി പുറത്ത് നിൽക്കാൻ. ഡ്രൈവറെ പുറത്ത് നിർത്തും. മോളെ കാര്യം പോയിക്കോളെ. ഞാനിപ്പം വരാം കേട്ടോ. നീ എല്ലാം ചെയ്തു പോണം. ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റ. അച്ഛാ ഇവിടെ വന്നിരിക്കേ. ഇതാരാ? എന്റെ പപ്പ. കുട്ടിയുടെ അച്ഛൻ. ഇതാരാ? ഭാര്യ. എവിടെ പോയാലും ഇത് തന്നെയാ സാറേ. ഇപ്പൊ തന്നെ സാറിന് ഒരു പറ്റിയില്ലയോ സാറേ? ആർക്കും ഒരു തെറ്റ് പറ്റുമെന്ന് പറയുന്നത് പോലെ. അബദ്ധം നിങ്ങൾക്കല്ല പറ്റിയത്, ഇവർക്കാ. ചോദിച്ചോളൂ സാറേ. ഞങ്ങളെ മോളെ ഇവിടെ സ്കൂളിൽ ചേർക്കാൻ വന്ന സാറേ. സാറാണ് ഈ സ്കൂളിന്റെ. അതെ അതെ, ഞാൻ ഈ സ്കൂളിന്റെ MD. പറഞ്ഞു കൊടുക്കും. അഡ്മിനിസ്ട്രേറ്റർ. ഒന്നുകൂടെ പറഞ്ഞു. അഡ്മിനിസ്ട്രേറ്റർ. മുതലാളി. യെസ്. എന്റെ പേരിലാണ് ഈ സ്കൂൾ ഇരിക്കുന്നത്. അതെ, സാറിന്റെ പേരിലാണ് ഈ സ്കൂളിൽ ഇരിക്കുന്നത്. ദേവസ്യ മെമ്മോറിയൽ സ്കൂൾ. പുറത്ത് വായിച്ചില്ലേ? അയ്യോ, മെമ്മോറിയൽ സാറേ. ഈ മെമ്മോറിയൽ എന്ന് പറയുന്നത് ഈ മരിച്ചതിന്റെ ഇടുന്നല്ലേ സാറേ? ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ ഫുട്ബോൾ കളിയൊക്കെ നടക്കണമല്ലോ. മറിയാമ്മ മെമ്മോറിയൽ, എവറോളെ ട്രോഫി എന്നൊക്കെ പറയുന്നില്ല. അങ്ങനെയൊക്കെ ഞങ്ങൾ ഇട്ട് സാറേ. അതൊക്കെ മരിച്ചു കഴിഞ്ഞാൽ സാറേ എടുത്തത്. ഈ മരിച്ചു കഴിയുമ്പോഴേ നമുക്കറിയത്തില്ല നമ്മുടെ പേര് സ്കൂളുണ്ടോ സ്ഥാപനമുണ്ടോ എന്ന് നമുക്കറിയത്തില്ലല്ലോ. ജീവിച്ചിരിക്കുമ്പോൾ ചെയ്ത് വെച്ചേരേ നമുക്കറിയത്തുള്ളൂ. അത് ബുദ്ധി വേണം. കിട്ടിയത് ഭയങ്കര ഭാഗ്യം. ചോദിച്ചോളൂ. കുട്ടിക്ക് ലാംഗ്വേജ് ഒക്കെ നല്ല വശമാണല്ലോ. ലാംഗ്വേജ് ഇവിടെ മസ്റ്റാണ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഞങ്ങൾ എല്ലാം പ്രൊവൈഡ് ചെയ്യും. ഒരു കാര്യം പറയാൻ പറഞ്ഞു. അതെന്താ വിഷയം? നമ്മൾ ഇംഗ്ലീഷിലാണ് പഠിപ്പിക്കുന്നെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെ പറയണം. മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ തന്നെ പറയണം. സംസ്കൃതമാണെങ്കിൽ സംസ്കൃതത്തിൽ തന്നെ പറയണം. അല്ല അപ്പൊ സാറേ ഈ കണക്കിന്റെ ക്ലാസ്സൊക്കെ അതൊന്നിനും പറഞ്ഞിരുന്നാൽ പറ്റും. പിള്ളേരല്ലേ ഭയങ്കര കണക്കിന്റെ ക്ലാസ്സിൽ പൊട്ടിച്ചപ്പോ അവിടെ ഒന്നിന്റെ അകത്ത് പറഞ്ഞോണ്ടിരുന്നാ മതി. അപ്പൊ ഈ പിന്നെ ഈ സ്കൂളിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സ്കൂളിൽ എല്ലാം തന്നെ ഉണ്ട്. ബുക്സ് ഉണ്ട്, ബാഗ്, കുടയുണ്ട്. പിന്നെ ഇവിടെ ചെസ് ഉണ്ട്, പ്ലേ ഗ്രൗണ്ട് ഉണ്ട്, സ്വിമ്മിംഗ് ഉണ്ട്. എല്ലാം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും. അതപ്പോ ഈ പഠിക്കാനും പഠിപ്പിക്കാനൊക്കെ ഇവിടെ പോകണല്ലോ. അത് വല്ല വിവരമുള്ള ടീച്ചറിന് ട്യൂഷൻ വെച്ചാൽ പോലെ. വല്ല വിവരമുള്ള ടീച്ചറിന് ട്യൂഷൻ വെക്കണം. ചോദിച്ചോളൂ. സാറേ ഞങ്ങൾ യൂണിഫോം ഒക്കെ തയ്ച്ചു. അല്ലല്ല, യൂണിഫോം മാറി. ഈ വർഷം യൂണിഫോം മാറി. സാറേ ഈ എല്ലാ വർഷവും യൂണിഫോം ഇങ്ങനെ മാറാൻ പോയി കഴിഞ്ഞാൽ ഞങ്ങളെ പോലുള്ള പാവം പിടിച്ചമാരൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? അത് എന്റെ അളിയൻ പറഞ്ഞു ഇത് ഈ കളർ അവിടെ ഇല്ലെന്ന്. അളിയൻ പറയുന്നത് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം അളിയന്റെ കടയിൽ യൂണിഫോം ഇല്ല. അയ്യോ, അളിയന്റെ കടയിൽ യൂണിഫോം അളിയൻ പറയുന്നതേ വെക്കാൻ പറ്റൂ. കാര്യം അളിയൻ പിണങ്ങിയാണുണ്ടല്ലോ, സ്കൂള് കാണത്തില്ല. പിന്നെ ഇതാണോ മോഡൽ? മോഡൽ ഇതല്ല. ഇനി വരുന്ന ഷർട്ടും സ്കേർട്ടും. അതെ അതെ അതെ, സ്കേർട്ടും 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 അതായത് പാവാടയും അല്ല, സ്കേർട്ട്. പക്ഷെ മസ്റ്റായിട്ട് ടൈ കെട്ടണം. അത് കെട്ടും. അത് അവളെ കെട്ടും. കൊച്ചുനാള് തൊട്ടുണ്ടല്ലോ അവളെ ഞങ്ങൾ എന്തോ പറഞ്ഞാലും അവളെ കൈ കെട്ടിച്ചേ നിർത്തിയിട്ടുള്ളൂ. അവളെ എന്തോ കുരുത്തങ്ങോട്ട് കാണിച്ചാൽ ഞാൻ അവളെ കൈ കെട്ടിക്കും. ഇനി മോളെ നീ ഒന്ന് കൈ കെട്ടിയൊന്നും തരി. നീ ഒന്ന് ഇന്ന് കൈ കെട്ടിക്കും. ഞാൻ അത് കാണാം. അന്ന് നീ അവളെ പേരൊക്കെ പറിക്കാൻ പോയില്ലയോ? അവിടെ
അതുപോലെ കയ്യിൽ നിന്ന് പുറകെ കെട്ടിട്ട് ഒന്ന് കെട്ടി കാണിക്കല്ലേ. അച്ചായനെ ഭയങ്കര പേടിയായിട്ട്. ഇയാളെ വീട്ടിൽ കെട്ടിട്ട് വരാൻ വയ്യായിരുന്നു. ഈ കൈ കെട്ടാനല്ല പറഞ്ഞത്, ചൈ കെട്ടാൻ. ചൈ എന്താന്ന് എനിക്കറിയാമോ, ഇതിന്റെ ഉപയോഗം എന്താന്ന് എനിക്കറിയാമോ? അതറിയാം സാറേ. ഒരു ആപത്ഘട്ടം വരുമ്പോ, നമുക്കൊരു അപകടം വരുമ്പോ നമുക്ക് ഇപ്പൊ സാറ് പറഞ്ഞ സാധനം ഉള്ളതല്ല. വല്ല ജലദോഷം വല്ല വരുമ്പോ ഉണ്ടല്ലോ, ഇല്ലെങ്കിൽ എന്താ ഇതങ്ങോട്ട് എടുത്തിട്ട് അങ്ങനെ ചെയ്യാറില്ല. അത് അതെ അതെ. ഓക്കെ, ഈ കുട്ടിയുടെ പഠന നിലവാരം അനുസരിച്ച് പേരൻസിന് ഒരു ധാരണ കാണുമല്ലോ, കുട്ടി എന്താക്കണമെന്നാണ് നിങ്ങളുടെ അംബിഷൻ? അക്കാര്യത്തിൽ ഞങ്ങൾ രണ്ടുപേർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ഞങ്ങൾ രണ്ടുപേർക്ക് അവളെ എഞ്ചിനീയർ ആക്കണം. ഡോക്ടർ മിനി എഞ്ചിനീയർ, അച്ചായ മിനി എഞ്ചിനീയർ ആക്കണം അവളെ. അച്ചായ, ഞാൻ പല പ്രാവശ്യം വീട്ടിൽ വെച്ച് പറഞ്ഞു ഇവിടെ വന്ന് തർക്കിക്കരുതെന്ന്. എന്റെ മോളെ അവളെ ഞാൻ ഡോക്ടർ ആക്കും. അവളെ നേഴ്സിലാകണമെന്നല്ലേ ഞാൻ നടന്നത്. പിന്നെ പല പ്രാവശ്യം പറഞ്ഞു ഞാൻ എന്റെ മോളെ ഡോക്ടർ ഡോക്ടർ. എന്റെ സാറേ, ഞാൻ സാറോട് ഒരു കാര്യം പറയും. ഞാൻ ഈ വീട് തിരക്കാൻ പോകുന്ന സ്ഥലത്തെല്ലാം ഉണ്ടല്ലോ, എന്റെ ദൈവം ശരിയല്ല ശരിയല്ല എന്ന് പറഞ്ഞിട്ട് കണ്ട എഞ്ചിനീയർമാരുടെ എല്ലാം അമ്മയ്ക്ക് കൂടി തമ്മയ്ക്ക് കൂടി കേട്ടിട്ടാ സാറേ ഞാൻ പറഞ്ഞത്. എനിക്ക് വലിയ സാർ ഒരാന്തരം എന്റെ സ്വന്തം മോൾ അവിടെ എഞ്ചിനീയറായിട്ടുള്ളത്, അവിടെ മുമ്പിൽ നല്ലവിടെ ഒരു വീട് തേച്ച് നടക്കണം എന്നുള്ള എന്റെ ഒരു ആഗ്രഹം സാറേ. നിങ്ങൾ വലിയ ഒന്നും പറയണ്ട. നിങ്ങൾ വല്ല കെട്ടിടത്തിന്റെ മേളിൽ നിന്ന് വീണാലേ ആരാ ചികിത്സിക്കുന്നേ? അതുകൊണ്ട് ഞാൻ അവളെ ഡോക്ടറാക്കും. എഞ്ചിനീയർ ആക്കും മിനി. എന്റെ അഭിപ്രായത്തിൽ എഞ്ചിനീയറും അല്ല ഡോക്ടറും അല്ല, പോലീസ് ആക്കണം. അപ്പൊ നിങ്ങളുടെ ഈ സംഘർഷം ഇപ്പൊ ഇവിടെ വെച്ച് തീരും. സാറേ, ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയട്ടെ, ഇവരെ നമുക്ക് വേണ്ട സാറേ. ഒരു സ്റ്റാൻഡേർഡിൽ താഴ്ത്താതെ സാറേ, വേണ്ട സാറേ. ഇവരെ കണ്ടല്ല കുട്ടികൾ പഠിക്കുന്നത്, ഇവരെ കണ്ടു പഠിച്ച ആ കുട്ടിയുടെ ഉള്ള ബുദ്ധിയും പോകും സാറേ. വേണ്ട സാറേ, ലോക്കൽസ്. പിന്നെ ഇങ്ങോട്ട് വിളിച്ചോ, ഈ മാറിപ്പോ അവിടെ പെടുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അച്ഛൻ്റെയും അമ്മയുടെയും രീതി അനുസരിച്ചിരിക്കും മക്കളുടെയും. സാറേ, എന്റെ കാര്യം കുഴപ്പമൊന്നും സാറേ. ഞാൻ 7ാം ക്ലാസ് കഴിഞ്ഞു. സെയിം പിച്ച്. അച്ഛൻ 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 സാറിന്റെ അച്ഛൻ അച്ഛൻ സാറിന്റെ അച്ഛൻ 7ാം ക്ലാസ് കഴിഞ്ഞു. അതെ. 7ാം ക്ലാസ് വരെ ഉള്ളൂ പഠിത്തമല്ലേ. വിദ്യാഭ്യാസം വേണം. വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ അഡ്മിഷൻ കിട്ടാൻ വളരെ ബുദ്ധിമുട്ട്. അങ്ങനെ കാര്യം ചെയ്യും സാറേ. എന്റെ ഇവിടെ ഒരു അഡ്മിഷൻ തന്നെ എന്നെ ഇവിടെ പഠിപ്പിക്കും 10ാം ക്ലാസ് വരെ. അത് കഴിയുമ്പോൾ ഇവിടെ ചേർന്നാൽ മതി. ശരിയായിരുന്നു. ഒരു മിനിറ്റ്. അപ്പോൾ 2 അഡ്മിഷൻ ഓക്കെ അല്ലേ? അയ്യോ സാറേ, അത് പറ്റത്തില്ല സാറേ. പേരൻസിന് എഡ്യൂക്കേഷൻ വേണം സാറേ. പേരൻസിന് എഡ്യൂക്കേഷൻ ഇല്ലാതെ പറ്റത്തില്ല സാറേ. വിദ്യാഭ്യാസം വേണം. വിദ്യാഭ്യാസം ഇല്ലാതെ വലിയ ബുദ്ധിമുട്ടാണ്. ഇനി കുട്ടിക്ക് ക്വാളിറ്റി ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. കുട്ടിക്ക് ഇംഗ്ലീഷ് ഒക്കെ അറിയാമല്ലോ. അറിയണം. ദേവസ്വം സ്കൂളാണ്, ഇംഗ്ലീഷ് മസ്റ്റാണ്, അറിഞ്ഞിരിക്കണം. അറിയാം സർ. വവൽസിനെ കുറിച്ച് അറിയാമോ? അയ്യോ, അതിനെപ്പറ്റി അറിയാനായിട്ട് അവർക്ക് കൊച്ചുനാള് തൊട്ടേ അവർക്ക് അറിയാം സാറേ. വവ്വാല്, ഞണ്ട, എലി, പൂച്ച, ഓന്ത, അരണ, പൂച്ച, എലി, സകല സാധനത്തിന്റെ പേര് പറഞ്ഞ് അവിടെ പേടിപ്പിച്ച സാറേ ഞങ്ങൾ അവർക്കുള്ള അഭിനയിച്ചത്. അവർക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇതൊക്കെ പറഞ്ഞാൽ കഴിപ്പിച്ചുകൊണ്ടിരുന്നത്. രാത്രി അവൻ കഴിക്കാതെ വീട്ടിൽ ഇറങ്ങിയത് പോകും. വവ്വാല് വരുന്നേ പറഞ്ഞുകൊണ്ട് പേടിപ്പിച്ച് അവളെ വീട്ടിൽ നിർത്തി കെട്ടിക്കൊണ്ട് വരുന്നത് അതറിയാമോ? അതൊക്കെ അറിയാം. അഡ്മിഷൻ ഓക്കെ അല്ലേ? അഡ്മിഷൻ കൊടുക്കാമല്ലോ. അയ്യോ സാർ, അതല്ല. കുട്ടിക്ക് അറിയാമോ വവൽസിനെ കുറിച്ച്? അമ്മേ അയ്യോ, എന്താ പറ്റും മോളെ, തലവേദന ആണോ? എന്റെ അമ്മ അതല്ല. അയ്യോ, AEIOU അതാണ് vowels. അതാണ് ഞാൻ ചോദിച്ചത്. വെരി ഗുഡ് മോളെ, കൺഗ്രാറ്റ്സ്. വിവരമുണ്ട് അല്ലേ? അയ്യോ, ഞാൻ വിചാരിച്ച നമ്മൾ ഈ വാഴക്കരയിലൊക്കെ കൂടുതൽ ഇങ്ങനെ തേൻ കുടിക്കാൻ വേണ്ടി തലതിരിഞ്ഞ് കിടക്കുന്ന ഒരു സാധനം ഇല്ലയോ, അതാ വവ്വാല. ആ വവ്വാലെന്നാണ് ഞാൻ വിചാരിച്ചത്. അതല്ല, AEIOU അതാണ് വവൽസ്. അപ്പൊ ഈ ലൈറ്റ് എം കറക്റ്റ് ചൂട് കിടക്കുന്നത് അതെനിക്ക് അയ്യോ സാറൊക്കെ മിണ്ടായിരിക്കും. അയ്യോ സാറ് മിണ്ടായിരിക്കും. ഓക്കെ, കുട്ടിക്ക് നിലവാരം ഉണ്ടെന്ന് മനസ്സിലായി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്ക് സിലബസ് മാറ്റാൻ ചാൻസ് ഉണ്ട്. ഇല്ല, അത് പറ്റില്ല. ആ ബസ് തന്നെ ഓടിയാൽ മതി. വേറെ ബസ് ഇപ്പൊ മറ്റേ ബസ് കൊണ്ട് യാതൊരു കാര്യമില്ല. പൈസ ചെലവാണ്.
അങ്ങനെ പറ്റത്തില്ല. മറ്റേ ബസ് ഓടിക്കേണ്ട യാതൊരു കാര്യമില്ല. ഈ ബസ് ഓടിയാൽ മതി. സാറേ ആ ബസ്സൊക്കെ ഓടിച്ചാൽ ആ ബസ്സിനെ ഓടിച്ചാണെന്നല്ലോ ആ കണ്ണ് കാണാൻ വയ്യാത്ത ആ ഡ്രൈവറുണ്ട് അങ്ങനെ കൂടെ മാറ്റണം സാറേ. അതെ അത് ശരിയാണ്. ഇല്ലില്ല, ഡ്രൈവറെ മാറ്റുന്നില്ല, ബസ് മാറ്റുന്നില്ല. മാഡം നിർബന്ധിക്കില്ല. കാര്യം എന്തിനു വെറുതെ മറ്റേ ബസ് ഓടിക്കുന്നത്? കാര്യം പൈസ ചെലവാണ്. അതല്ല സാർ, സിലബസ് അല്ല. ഓക്കെ, കുട്ടിക്ക് എക്സ്ട്രാ കഴിവുകളെല്ലാം ഉണ്ടോ? കഴിവുണ്ടോന്നോ? എന്താ സാറേ, അവർക്ക് ഈ ലോകത്തിലെ ഒരു കുഞ്ഞിനും ഇല്ലാത്ത കഴിവാ സാറേ അവക്കുള്ളത്. എന്റെ പൊന്നു സാറേ, ഇവിടെ കാര്യമുണ്ടല്ലോ. എഴുതുമ്പോ നല്ല കൈയക്ഷരമല്ലയോടെ. ആ കൈയക്ഷരം വെച്ചിട്ടാണ് ഇല്ലയോ? എന്തോ ആ മോളെ ടീച്ചർ ചെയ്തത്. അത് തന്നെയല്ല സാറേ, ഒരു 5 പൊറോട്ടയും ഒരു 3 ബീഫ് ഫ്രൈ ഒന്ന് കൊടുത്തു നോക്കി. ഒരു 3 മിനിറ്റ് തികച്ചെടുക്കത്തില്ല. അതിന് മുമ്പ് അവള് തിന്നു തീർക്കും. പിന്നെ വേറൊരു കാര്യം സാറേ, അതെന്റെ കഴിവല്ല കേട്ടോ സാറേ. അത് ഇവിടെ വീട്ടുകാരുടെ കഴിവാ സാറേ. പക്ഷേ സാറേ വേറെ കാര്യമുണ്ട്. ഞങ്ങളുടെ വീട്ടുമുറ്റത്തോട് സാറ് ഒന്ന് നോക്കണം. സ്റ്റീൽ ഗ്ലാസും കപ്പും തട്ടി നടക്കാൻ പറ്റത്തില്ല. കാരണം ഞങ്ങളുടെ പഞ്ചായത്തിന്റെ സകല തീറ്റ മത്സരത്തിൽ 1ാം ക്ലാസ് അവക്കാൻ സാറേ. ഒരു കാര്യം, ഐ എം ദ വൺ ആൻഡ് ഓൺലി അഡ്മിനിസ്ട്രേറ്റർ. അല്ല സാർ, ഞാൻ അധികാരം സാർ ഈ വന്നപ്പോ തൊട്ടേ 1 ആൻഡ് ഓൺലി കഴിഞ്ഞിട്ടൊരു സാധനം സാറ് പറയുന്നില്ലല്ലോ. അത് ഈ നാടകമാണല്ലോ പറയുന്നത്. അതെന്താ സാറേ സാറത് പറയാം? അതെ, ഞാൻ ഈ പുറത്ത് നിന്നാണ് പഠിച്ചത്. അപ്പൊ എനിക്ക് ചില വാക്കുകൾ കിട്ടത്തില്ല. അമേരിക്കയിൽ നിന്ന് പഠിച്ചായിരിക്കും. ഓ, അമേരിക്കല്ല, ക്ലാസിന്റെ പുറത്ത് ചില വാക്കുകൾ എനിക്ക് പിടിയില്ല. അതുകൊണ്ടാണ്. ഓക്കെ, നമുക്കെന്നാ ഓക്കെ, അങ്ങനെയാണെങ്കിലേ പിന്നെ നിങ്ങൾ പുറത്ത് പോകും. നമുക്ക് വെയിറ്റിംഗ് ലിസ്റ്റ്. വെയിറ്റ് ചെയ്യാൻ നമുക്ക് വെയിറ്റിംഗ് ലിസ്റ്റ് ഇടാം. അല്ല സാറേ, ഇപ്പൊ നമ്മളെ ഞങ്ങളുടെ 2 മണിക്കൂർ പോകട്ടെ സാർ. ഇപ്പൊ സാർ പറഞ്ഞ സാധനം എന്ത്? അല്ല, വെയിറ്റ് ലിസ്റ്റിൽ ഇടാൻ പറഞ്ഞു. അല്ല, വെയിറ്റ് ഇടാൻ പറഞ്ഞില്ലയോ? അത് ഒരു ചെറിയ 2 ഞങ്ങൾ പോകണം. വെയിറ്റിംഗ് ലിസ്റ്റ്. ഇങ്ങനെ വെയിറ്റ് ലിസ്റ്റ് ചെയ്യാം. അച്ചായ ഞാനും കൂടെ ഉണ്ടായിരുന്നു നമ്മുടെ മോടെ കാര്യം. പക്ഷെ നീ എടുക്കുമ്പോ നാളെ വീടില്ല. പിന്നെ ഓക്കെ പറ്റുമോ? മറ്റേ ഫോംസ് ഒക്കെ ഫോം എല്ലാം പുറത്തുണ്ട്. ഫോം എല്ലാം അവിടെ ഉണ്ട്. സാർ എന്താ അവരെ പുറത്താക്കി? ഇവിടെ അതിന് പുറത്താക്കണം. വലിയ പട്ട സ്കൂളിൽ ഞങ്ങൾ പുറത്താക്കില്ല. അവരുടെ ഭാവം കണ്ടപ്പോൾ ഞാൻ PhD കഴിഞ്ഞു. വേറെ അഡ്മിഷൻ ആരും വന്നിട്ടുണ്ടോ? ഉണ്ടല്ലോ സാർ, ഒരാൾ വരും. ഹലോ. ഓക്കെ, മൈ മിസ്റ്റേക്ക്. Sorry. Okay. Thank you, sir. You're welcome. Good morning, sir. Good afternoon. Good evening, sir. Good night. Okay, bye. അയ്യോ സാറേ, അതാണ് ആലോചിച്ചത്. ഓക്കെ. സാറേ, ഞാൻ MLA കത്തുമായിട്ട് വന്നതാണ്. പുറത്തൊരു ബോക്സ് ഇരിപ്പുണ്ട്, അതിനകത്ത് ഇട്ടുള്ളൂ. പുറത്തൊരു ബോക്സ്. അയ്യോ, അതല്ല, MLA കത്ത് തന്നു കൊടുത്തില്ലയോ? പോസ്റ്റ്മാനാണ് പുറത്തുള്ളത്. അല്ലെന്ന്, MLA കത്ത് ശിപാർശ എന്ന് പറയത്തില്ലയോ? സർ, റെക്കമെൻഡേഷൻ. ഓ, മൈ മിസ്റ്റേക്ക്. സാറേ, എനിക്ക് ചില വാക്കുകൾ കിട്ടത്തില്ല. പറയൂ, എന്താണ് കാര്യം? എന്താണ് വന്ന് പറയൂ. സാറേ, ഞാൻ എൻ്റെ കുഞ്ഞിന്റെ കാര്യത്തിന് വേണ്ടി വന്ന കുഞ്ഞിന് LPGയുടെ അഡ്മിഷൻ വേണം. LPG? അയ്യോ, അല്ലല്ല, LPG കേട്ടിട്ടില്ലേ? LPG, ULPG എന്നൊക്കെ കേട്ടിട്ടില്ലേ? അയ്യോ സാറേ, LKG എന്നാണ് ഓ, ഉദ്ദേശിച്ചത്. സോറി, മൈ മിസ്റ്റേക്ക്. LKG. പുറത്തിന്നാ പഠിച്ചല്ലേ? യെസ് സാർ, അതെ, പുറത്തു നിന്നാണ്. ഞാൻ പുറത്തിന്നാ പഠിച്ചത്. അപ്പോൾ പറയൂ, കാര്യങ്ങളൊക്കെ പറയൂ, എന്താണ് വേണ്ടത്? സാറേ, കുഞ്ഞിന് അഡ്മിഷൻ വേണം. അതെ, ഞങ്ങൾക്ക് ഇവിടെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. പൈസയുടെ കാര്യത്തെ കുറിച്ച് വിഷമിക്കുകയോ വേണ്ട. പൈസ ആവശ്യത്തിനുണ്ട്. ഒരു വിഷയമുണ്ട്, പൈസ വേണം. പൈസ വേണം സർ. പൈസ വേണം. പൈസയുണ്ട്. പൈസ ഒരു പ്രശ്നമേ അല്ല. പൈസ ആവശ്യത്തിനുണ്ട്. അപ്പൊ പിന്നെ കുഴപ്പമില്ല.
നമുക്ക് അഡ്മിഷൻ കൊടുക്കാം അല്ലേ? അയ്യോ സാറേ പറ്റത്തില്ല, കുഞ്ഞിനെ കാണണ്ടേ? കുഞ്ഞിനെ കാണണ്ട, പൈസ ഉണ്ടല്ലോ. കുഞ്ഞിനെ കാണണം സാറേ. MLA വിളിച്ചു പറഞ്ഞില്ലായിരുന്നു? MLA പറഞ്ഞല്ലോ. MLA കുഞ്ഞിനെ കണ്ടിട്ടുണ്ടോ? MLA കാണിക്കാമല്ലോ. ഈ കുഞ്ഞ് നാട്ടിൽ ഫേമസ് ആണോ? എന്താ സാറേ, ഭയങ്കര ഫേമസ് ആ കുഞ്ഞു നാട്ടില്. താങ്കൾക്ക് കുഞ്ഞിനെ അറിയാമോ? എനിക്കത്ര പരിചയം പോരാ, പക്ഷേ വൈഫിന് അറിയാം. ആർക്കറിയാം? വൈഫ് ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് അഡ്മിഷൻ അങ്ങ് റെഡിയാക്കാമല്ലോ. നോ സർ, കുഞ്ഞിനെ കാണണം. കുട്ടിയെ വിളിക്കൂ പ്ലീസ്. വേണ്ട അല്ലേ? വേണം, കുട്ടിയെ കാണും. കുട്ടിയെ വിളിക്കൂ. കുട്ടിയെ വിളിക്കട്ടെ. കുട്ടിയെ വിളിക്കൂ. സ്റ്റെഫി, മോളെ സ്റ്റെഫി, സ്റ്റെഫി. ഇതാണ് സാറേ ഞങ്ങളുടെ കുട്ടി. കുട്ടിയെ വിളിക്കൂ. മോളെ എന്ത് വലുതാന്ന് നോക്കിയേ. ഇവിടെ മോള് പഠിക്കാൻ പോകുന്നത് അതുകൊണ്ട് അത് വേണം. ഇത് സാർ അഡ്മിനിസ്ട്രേറ്റർ. സാറേ ഒരു കാര്യം പറഞ്ഞു. ഹായ്. എടാ കുട്ടി എവിടെ? അത് കുട്ടി വയറ്റിനുള്ളില്ല. എടാ തനിക്ക് വിവരമുണ്ടോ? വയറ്റിലുള്ള കുട്ടിയെ വിളിച്ചോണ്ട് അഡ്മിഷൻ ഇവിടെ വരാൻ? സാറേ വയറ്റിനുള്ള കുട്ടിയുമായിട്ട് വന്ന എന്താ കുഴപ്പം? എന്റെ മൂത്ത മോൻ 5 വയസ്സായി, ഇന്ന് വരെ അവനൊരു അഡ്മിഷൻ കിട്ടിയിട്ടില്ല. ഈ കുഞ്ഞിന് വേണ്ടി ഞാൻ എപ്പോഴെങ്കിലും വന്നാലേ അത് ജനിക്കുമ്പോഴേ കിട്ടത്തുള്ളൂ സാറേ. ചെയ്തത് പെൺകുഞ്ഞാണെന്ന്. പിന്നെ അയ്യോ ചേട്ടാ, ഇത് ഡബിൾ ഡൊണേഷൻ, മൈ മിസ്റ്റേക്ക്.